ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമുക്കിന്ന് കാറ്റത്തെ കിളിക്കൂടിൽ കുറച്ച് വിശേഷങ്ങൾ നോക്കിയാലോ. നിധിയും നികേഷും സന്ധ്യാനേരത്ത് അമ്പലത്തിലേക്ക് വന്നതാണ് കേട്ടോ. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അവിടെ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സുനന്ദ തൊഴുതു പോകുന്നത് കണ്ടത്. അപ്പോൾ സുനന്ദേനെ കണ്ടപ്പോൾ നിധി നികേഷിനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എത്ര കാലമായി മിണ്ടാതായിട്ട്? അപ്പോൾ നികേഷ് ചോദിക്കുന്നുണ്ട്, എന്താ എടുത്തി? അപ്പോൾ അവൾ പറയുന്നുണ്ട്, എടാ സുനന്ദയുടെ വീട്ടുകാരും നിങ്ങളുമായിട്ട് എത്ര കാലമായി മിണ്ടാതായിട്ടെന്ന്. അപ്പോൾ നികേഷ് പറയുന്നുണ്ട്, എനിക്ക് ഓർമ്മ വെച്ച കാലം തൊട്ടേ അങ്ങനെ തന്നെയാണ്. അച്ഛൻ ജയിലിൽ പോയില്ലേ, അന്നൊട്ട് തുടങ്ങിയതാണ്. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ബന്ധവുമില്ല. അപ്പോൾ നിധി ചോദിക്കുകയാണ്, സുനന്ദ മാത്രമാണോ വരാറ്? അപ്പോൾ നികേഷ് പറയുന്നുണ്ട്, മുന്നിൽ കൂടെ വരാറില്ലല്ലോ, ബാക്കിൽ കൂടെ വന്ന് സുഭാഷ് ചേട്ടനെ കണ്ട് അപ്പം തന്നെ പോകും. ആ കാര്യം പറഞ്ഞ് ഒരുപാട് അമ്മായി സുനന്ദേച്ചിനെ തള്ളിയിട്ടുണ്ട്, എന്നാലും പിന്നെയും വരും. അത് കേട്ടപ്പോൾ നിധി ചിരിച്ചിട്ട് പറയാണ്, അത് സുഭാഷ് ചേട്ടനോടുള്ള ഇഷ്ടം കൊണ്ടല്ലേ. അപ്പോൾ നികേഷ് പറയുന്നുണ്ട്, അത് വേറെ ആർക്കും അറിയില്ലല്ലോ. അപ്പോൾ നിധി തിരിച്ചു പറയുന്നുണ്ട്, അതെന്തിനാ മറ്റുള്ളവർ അറിയുന്നത്? സുഭാഷ് ചേട്ടനെ അറിഞ്ഞാൽ പോരെ. എന്തായാലും സുഭാഷ് ചേട്ടന് സുനന്ദേനെ ഇഷ്ടമാണ്. അത് സുഭാഷ് ചേട്ടൻ്റെ കണ്ണും തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ സുഭാഷ് ചേട്ടൻ്റെ മനസ്സിൽ അവളോടൊരു അലിവൊക്കെ ഉണ്ട്. അത് കേട്ടപ്പോൾ നികേഷ് പറയുന്നുണ്ട്, അതൊന്നും നടക്കൂല എടുത്തി, അങ്ങനെയുള്ള ആഗ്രഹമൊന്നും ഏട്ടനില്ല. കാരണം അതെന്തായാലും നടക്കാത്തൊരു കാര്യമല്ലേ. പൊതുവെ സ്വന്തമായിട്ടൊന്നും ആഗ്രഹിക്കാത്തൊരു മനുഷ്യനാ. ഇതിലും അങ്ങനെ തന്നെ ആയിരിക്കും സുഭാഷ് ചേട്ടൻ്റെ മനസ്സിൽ. ഇടത്തേക്ക് തോന്നിയതായിരിക്കും. അപ്പോഴേക്ക് സുനന്ദ അവരെ കണ്ടിട്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അപ്പോൾ സുനന്ദ ചോദിക്കുന്നുണ്ട്, കുറേ നേരമായി വന്നിട്ട്? അപ്പോൾ അവരൊന്നും മിണ്ടുന്നില്ല കേട്ടോ. കുറേ നേരമായി വന്നിട്ട് ഞാൻ കണ്ടില്ല കേട്ടോ, ഞാൻ ഇപ്പോഴാണ് കണ്ടതെന്ന് അവൾ പറയാണ് കേട്ടോ. അപ്പോഴേക്കും നികേഷിന് ദേഷ്യം വന്നിട്ട് പറയാണ്, എന്തിനാ ഞങ്ങളെ കാണുമ്പോൾ സംസാരിക്കാൻ വരുന്നത്? നിങ്ങൾ വരുമ്പോൾ തന്നെ അല്ലേ എപ്പോഴും പ്രശ്നം ഉണ്ടാക്കുന്നത്, എന്തിനാ വെറുതെ മിണ്ടാതെ പോയിക്കൂടെ? അത് കേട്ടപ്പോൾ നിധി അവനെ തടയുന്നുണ്ട്. എടാ, അങ്ങനെ പറയാൻ പാടില്ല കേട്ടോ. ഞാൻ പറഞ്ഞത് ശരിയല്ലേ ഇടത്തി, ഇവർ വന്ന് സംസാരിക്കാൻ വരും, അപ്പോഴേക്കും എന്തെങ്കിലും പ്രശ്നമായിട്ട് പോലീസ് ഞങ്ങളെ കൊണ്ടുപോകും. ഞാൻ പറഞ്ഞാൽ ശരിയല്ലേ? അപ്പോൾ നിധി പറയുന്നുണ്ട്, എടാ വേണ്ടടാ, മിണ്ടാതിരിക്കുക, ഇപ്പം എന്തിനാ വീണ്ടും സംസാരിക്കാൻ വന്നത്? അവരോട് പോകാൻ പറയാമെന്ന് പറയുന്നുണ്ട് കേട്ടോ അവൻ. അപ്പോഴേക്ക് സുനന്ദൻ്റെ മുഖം ആകെ വാടി, അവൾക്ക് ഭയങ്കര വിഷമാവുന്നുണ്ട്. അങ്ങനെ അവനെ ഒന്ന് ശാന്താക്കാൻ വേണ്ടിയിട്ട് നിധി പറയുന്നുണ്ട്, എടാ നീ പോയി പുഷ്പാഞ്ജലിക്ക് ഷീട്ടാക്കിയിട്ട് വാ, അതുവരെ ഞങ്ങൾ ഇവിടെ ഇരിക്കാം. അപ്പോൾ നികേഷ് പറയാണ്, എന്നെന്തിനാ അവിടെ നിന്ന് ഓടിക്കുന്നത്? അപ്പോൾ നിധി പറയുന്നുണ്ട്, എടാ പോയിട്ട് വാ, അവൾക്ക് എന്തോ സംസാരിക്കാനുണ്ട്, ആ കുട്ടി പറയുന്നത് ഞാൻ കേൾക്കട്ടെ. അപ്പോഴേക്ക് സുനന്ദ കരയുന്നുണ്ട് കേട്ടോ. അവൾക്ക് ഭയങ്കര വിഷമമായി. അങ്ങനെ അവൾ കരയാണ്. എന്നിട്ട് ഒരു 5 മിനിറ്റ് നികേഷ് നീ പോയിട്ട് വാന്ന് പറഞ്ഞിട്ട് നിധി അവനെ പറഞ്ഞയക്കുകയാണ്. അവൻ പോയപ്പോഴേക്കും നിധി സുനന്ദേനോട് ഇവിടെ ഇരിക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ സുനന്ദ സങ്കടത്തോടെ പറയാണ്, ഞാൻ കാരണം ഒരുപാട് പ്രശ്നം ഉണ്ടായില്ലേ, അതായിരിക്കും നികേഷിന് എന്നോട് ഇത്ര ദേഷ്യം. അപ്പോൾ നിധി പറയാണ്, അതെ ഒരുപാട് പ്രശ്നമായിട്ടുണ്ട്. എന്നിട്ട് സുനന്ദ പറയാണ്, വീട്ടിൽ കല്യാണം തീരുമാനിച്ചു. അപ്പോൾ നിധി പറയുന്നുണ്ട്, അറിയാം. അങ്ങനെ സുനന്ദ പറയാണ്, നിധി പറഞ്ഞ പോലെ ചിന്തിക്കാൻ എനിക്ക് പറ്റുന്നില്ല. ഒന്നുകിൽ വീട്ടുകാരുടെ കൂടെ നിൽക്കണം, അല്ലെങ്കിൽ സുഭാഷ് ചേട്ടൻ്റെ കൂടെ നിൽക്കണം. എന്നെക്കൊണ്ട് രണ്ടിനും പറ്റില്ല നിധി എന്ന് പറഞ്ഞിട്ട് അവൾ കരയാണ്. അച്ഛൻ തീരുമാനിച്ച കല്യാണം എനിക്ക് ഇഷ്ടമല്ല, പക്ഷെ അതൊന്ന് തിരിഞ്ഞു പോരാൻ എനിക്ക് പറ്റുന്നില്ല. എനിക്ക് പേടിയാണ്, അച്ഛനെ എതിർക്കാൻ എനിക്കറിയില്ല. സുഭാഷ് ചേട്ടനെ എനിക്ക് വലിയ ഇഷ്ടമാണ്, അതെൻ്റെ മരണം വരെ ഉണ്ടായിരിക്കും. മരണം വരെ സുഭാഷ് ചേട്ടനെ ഓർത്ത് കരയാനായിരിക്കും എൻ്റെ വിധി. കുട്ടിക്കാലം മുതൽക്ക് സുഭാഷ് ചേട്ടൻ മുഖം കറുത്തൊരു സംസാരം പോലും എന്നോട് സംസാരിച്ചിട്ടില്ല. പക്ഷെ അവിടെ എല്ലാവർക്കും എന്നെ ദേഷ്യം. പക്ഷെ സുഭാഷ് ചേട്ടൻ അങ്ങനെയല്ല. ഞാൻ എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ ചെയ്താലും ശരി, സുഭാഷ് ചേട്ടനെ കല്യാണം കഴിക്കാൻ എൻ്റെ വീട്ടിൽ സമ്മതിക്കില്ല നിധി. ഒറ്റയ്ക്ക് എനിക്ക് ഇറങ്ങി വരാൻ ധൈര്യമില്ല. ചിലപ്പോൾ ഞാൻ വിചാരിക്കും, നിധിയെ പോലെ ഒറ്റയ്ക്ക് ഇറങ്ങി വന്നാലോ ഒന്ന്. ഇഷ്ടപ്പെട്ട പുരുഷൻ്റെ കൂടെ ജീവിക്കാൻ നിധി എന്തൊക്കെ ഉപേക്ഷിച്ചു, പക്ഷെ എനിക്കിതിനുള്ള കഴിവില്ല എന്നൊക്കെ സുനന്ദ പറയുമ്പോൾ നിധി ആകെ ഒരു വിളറിയ ലുക്കിലാട്ടോ ഇരിക്കുന്നത്. കാരണം അതൊന്നും സത്യമല്ലല്ലോ. എൻ്റെ സന്തോഷങ്ങളൊക്കെ കഴിഞ്ഞു നിധി, എനിക്കിനി മരണം വരെ സന്തോഷമൊന്നും ഉണ്ടാവില്ല എന്നും പറഞ്ഞിട്ട് പൊട്ടിക്കരഞ്ഞിട്ട് സുനന്ദ അവിടെ നിന്ന് പോവാണ്. അപ്പോൾ എൻ്റെ റിവ്യൂസ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.